ഹലോ കൂട്ടുകാരെ, നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഡിസംബറിൽ ട്രെൻഡിങ് ആയിട്ട് നമ്മൾ തിയേറ്ററുകളിൽ കളിച്ച കുറച്ച് സിനിമകൾ റിലീസ് ഉണ്ട്. അതിനെ പറ്റിയിട്ടാണ്. ഫസ്റ്റ് തന്നെ ഐ എം കാതൽ എന്ന് പറഞ്ഞ നസ്ലിൻ്റെ പടം പ്രേമലുവിന് ശേഷം ഒരു അത്യാവശ്യം മോശമില്ലാത്ത ഒരു ഹൈപ്പിലെല്ലാം വന്നൊരു പടമാണ്. ഒരു ഹാക്കറായിട്ടാണ് അവൻ അതിൻ്റെ അകത്ത് ഒരു ആവറേജ് റെസ്പോൺസേ തിയേറ്റർ വൈസ് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ പ്രേമലു ലെവലിലെ പടമല്ല, അതും ഇതും തമ്മിൽ എൻ്റയർലി ഡിഫറൻസ് ആണ്. കാരണം ഇത് വേറെ തന്നെ ഒരു ലെവലിൽ ആ സത്യം പറഞ്ഞാൽ ആ പ്രേമലു കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇറക്കി നോക്കിയതാണ്. കാരണം ആവറേജ് റെസ്പോൺസേ ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടിയിട്ടുള്ളൂ അത് ഞാൻ പറയുന്നുണ്ട്, തിയേറ്റർ റെസ്പോൺസ്. അപ്പോൾ ആ പടം ഇപ്പോൾ OTT പാസ്സായിട്ടുണ്ട്. അതിൻ്റെ ഡേറ്റ് നമുക്ക് നോക്കാം. അപ്പോൾ അത് OTT കിട്ടിയിരിക്കുന്നത് മനോരമ മാക്സിനാണ്. അത് സാറ്റലൈറ്റ് മഴവിൽ മനോരമ. പിന്നെ അത് ഡിസംബർ 20-നാണ് മനോരമ മാക്സ് റിലീസ് ചെയ്യുന്നത്. OTT റിലീസ് ചെയ്യുന്നത് ഡിസംബർ 20 മനോരമ മാക്സിൽ. ഓക്കെ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മളൊരു DNA എന്ന് പറഞ്ഞ സിനിമ. നമിത പ്രമോദ്, റിയാസ് ഖാനും അസ്കർ കൂടി. അസ്കർ നമ്മളെ മമ്മൂക്കൻ്റെ കസിനാണ്, മമ്മൂക്കൻ്റെ പെങ്ങളെ മോനാണ് ഈ അസ്കർ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ അത്യാവശ്യം ആവറേജ്, ഒരു മോശമില്ലാത്ത ഒരു ആവറേജ് ലെവലിൽ പോയ ഒരു പടമാണ്. ഫ്ലോപ്പ് എന്നൊന്നും പറയാനില്ല, അത്യാവശ്യം ഒരു ആവറേജ് ലെവലിലുള്ള ഒരു പടമാണ്. അത് ഇറങ്ങാൻ പോകുന്നത് OTT റിലീസ് ചെയ്യുന്നത് ഡിസംബർ 14 റിലീസാകുന്നുണ്ട്. അത് സൈന പ്ലേയിലാണ് റിലീസാകുന്നത്. ഡിസംബർ 14 സൈന പ്ലേയിൽ. അത് മനോരമ മാക്സിനുള്ള സൈന പ്ലേയിലാണ് DNA എന്ന് പറഞ്ഞ പടം റിലീസാകുന്നത്. ഓക്കെ. പിന്നെ അടുത്ത പറയാൻ പോകുന്നത് വേറെ ഒന്നല്ല, അത് ജനുവരി റിലീസാകുന്ന OTT റിലീസാകുന്ന ഒരു പടമാണ്. ഇപ്പം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പടമാണ്, വേറെ ഏതുമല്ല, നമ്മൾ അല്ലു അർജുൻ്റെ പുഷ്പ 2. അത് റിലീസാകുന്നത് OTT റിലീസാകുന്നത് ഏകദേശം ജനുവരി 1st വീക്കിന് OTT റിലീസ് ഉണ്ട്. അത് നെറ്റ്ഫ്ലിക്സ് ആണ് OTT അവകാശം കിട്ടിയത്. പുഷ്പ 2 അതേ കറക്റ്റാണ്. പുഷ്പ 2 ഇറങ്ങാൻ പോകുന്നുണ്ട്. OTT റിലീസ് ജനുവരി 1st വീക്കിൽ ഇറങ്ങും. നെറ്റ്ഫ്ലിക്സ് വഴി ഇറങ്ങുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ അതാണ് പുഷ്പ 2 ആണ്. ഒന്ന് നമ്മളിവിടെ കേരളത്തിൽ വിജയിച്ചിട്ടില്ലാന്നേ ഉള്ളൂ കേട്ടോ. ബാക്കി എല്ലാ സ്ഥലത്തും അത്യാവശ്യം നല്ല റെസ്പോൺസാണ്. അതിലിപ്പോൾ നമ്മൾ കേരളക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇന്നലെ ആട്ടം നോക്കുമ്പോൾ, യെസ്റ്റർഡേ നോക്കുമ്പോൾ 700 കോടി അങ്ങനെ എത്രയോ കടന്ന്, 700 കോടിയിൽ മേലെ കടന്നെന്നാണ് പറയുന്നത് നിൽക്കുന്നത്. ബോളിവുഡിലെല്ലാം നല്ല തരംഗം സൃഷ്ടിച്ചൊരു പടം പുഷ്പ 2. ഇത് നമ്മൾ പറഞ്ഞില്ലേ, നമ്മളത് ഏറ്റെടുത്തതിന് ശേഷം നമ്മൾ അത്യാവശ്യം ആൾക്കാർ ഒരു ആവറേജ് ലെവലിലേ ആ പടം നമ്മൾ കൊണ്ടുപോയിട്ടുള്ളൂ. ബാക്കി എല്ലാ സ്ഥലത്തും അത്യാവശ്യം നല്ലൊരു ആവറേജിന് മേലെ കടന്ന് ഇപ്പം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പടമാണ് പുഷ്പ 2. പക്ഷേ അതിൻ്റെ OTT കിട്ടിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സിൽ ജനുവരി 1st വീക്കിൽ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഓക്കെ. പിന്നെ നമുക്ക് അടുത്ത നോക്കാം. അടുത്ത നമ്മളെ ഹലോ മമ്മി ഷർഫുദ്ദീനും ഐശ്വര്യ അങ്ങനെയുള്ളൊരു പടമാണ്. ഏകദേശം തിയേറ്ററിൽ വിജയിച്ച പടമാണ്. ഇപ്പം കളിച്ചുകൊണ്ടിരിക്കുക കണ്ണൂർ സവിതയിൽ ഇപ്പം ഉണ്ട്. എൻ്റെ ഒരു ഇതിൽ ഞാൻ ഇന്നലെ വരെ അതിലൂടെ പാസ് ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഹലോ മമ്മി, അതായത് കോമഡി നൈസായിട്ട് ഹൊററും ഉൾപ്പെടുത്തിയിട്ടുള്ള പടമാണ്. ഏകദേശം 10 കോടിക്ക് മേലെ അതിന് കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ റേഞ്ചിൽ മോശമില്ലാത്ത ലെവലിലുള്ളൊരു പടം. അത് അപ്രോക്സിമേറ്റ് 10 കോടിക്ക് മേലെ കിട്ടിയിട്ടുണ്ട്. OTT അവകാശം കിട്ടിയിരിക്കുന്നത് മനോരമ മാക്സിനാണ്. ഇത് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് മനോരമക്കാർ ഇറക്കുന്ന ഒരു പടമാണ്. ഡിസംബർ 25. ഞാൻ ഇന്നലെയും പറഞ്ഞു ക്രിസ്മസിന് പണി അങ്ങനത്തെ സിനിമയെല്ലാം ഇറങ്ങുന്നുണ്ട് ഇന്നലത്തെ വീഡിയോയിൽ. അപ്പോൾ ഇന്ന് അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഹലോ മമ്മിയും മനോരമ മാക്സിൽ ഡിസംബർ 25 ഇറങ്ങുന്നുണ്ട്. ഒരു ക്രിസ്മസ് സ്പെഷ്യലായിട്ടാണ് ഹലോ മമ്മി. അത്യാവശ്യം നല്ല പടം തന്നെയാണ്, ഞാൻ കണ്ട പടം. നല്ല ഷറഫുദ്ദീൻ്റെ നല്ലൊരു കോമഡി ഹൊറർ പടം തന്നെ പറയാം. അത്യാവശ്യം മോശമില്ലാത്ത ലെവലിൽ ആവറേജിന് മേലെ കിടക്കുന്ന ഒരു പടമാണ് ഹലോ മമ്മി. അത് ഇതിൻ്റെ ഇടയ്ക്ക് പുഷ്പ ഇറങ്ങി. പിന്നെ അതിൻ്റെ നടുക്കെല്ലാം 1-2 ബിഗ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞ പടങ്ങൾ ഇറങ്ങി. അതിൻ്റെ ഇതിൽ പിന്നെ സൂക്ഷ്മ ദർശിനി ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇതിനെ വലിങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടില്ല. അല്ലെ ഇതിലും മേലെ ആ പടം എത്തിപ്പെടുകയും ഹലോ മമ്മി. ഇതിൻ്റെ നടുക്ക് ഒപ്പരം തന്നെ സൂക്ഷ്മദർശിനി. ഇപ്പോൾ സവിത സരിത സമുദ്ര സാഗരം, ഇതാണ് നമ്മളെ ഫിലിം സിറ്റി കണ്ണൂർ സവിത പടന്നപ്പാലം.
അപ്പോൾ അവിടെ പോയപ്പോൾ സബിതയിൽ സൂക്ഷ്മ ദർശിനി കളിക്കുന്നുണ്ട്. ഇത് ഹലോ മമ്മി അവിടെ ഉണ്ട്, സരിതയില സമുദ്രയിലൊക്കെ ഉണ്ട്. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഹലോ മമ്മി സൂക്ഷ്മദർശിനിയെക്കാട്ടിയും അടിപൊളി സിനിമയാണ്, നല്ല സിനിമയാണ്. അതിൻ്റെ ഒരു വ്യത്യാസം. പക്ഷേ എന്തുകൊണ്ടോ സൂക്ഷ്മദർശിനി ഇങ്ങനെ നൈസായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ വേറെ ഒന്നും പറയുന്നില്ല അതിനെ പറ്റിയിട്ട്, അത് ഓരോരുത്തരുടെ ഇഷ്ടം. പിന്നെ അടുത്ത് ഇറങ്ങാൻ പോകുന്നതാണ് നമ്മളെ ദിലീപ് ഏട്ടൻ്റെ തങ്കമണി എന്ന് പറഞ്ഞ ഫിലിം. കുറേ നാളായി ആ സിനിമ ഇറങ്ങിയിട്ട്, പക്ഷേ OTTന് അവകാശം ആയിരിക്കും കിട്ടിയിട്ടില്ലായിരുന്നു. അതും ഇറങ്ങാൻ പോകുന്നുണ്ട്. അത് ഇറങ്ങാൻ പോകുന്നത് ഡിസംബർ 3rd വീക്കോട് കൂടിയിട്ട് ഇറങ്ങും. അത് ആമസോൺ പ്രൈമിലാണ്, അവർക്കാണ് ഇതിൻ്റെ അവകാശം കിട്ടിയിട്ടുള്ളത്. അതൊരു റിയലിസ്റ്റിക് സ്റ്റോറിയാണ്. ഞാൻ കണ്ടിട്ടുണ്ട്. ഇത്രക്ക് ഫ്ലോപ്പ് എന്നൊന്നും പറയാൻ പറ്റുന്ന പടമൊന്നുമല്ല തങ്കമണി, അത് ഗ്യാരണ്ടിയാണ്. പക്ഷെ എന്തുകൊണ്ടോ ദിലീപ് ഏട്ടൻ്റെ കുറച്ച് പടങ്ങൾ ഇപ്പോൾ ഡൗൺ ആകുന്നുണ്ട്. അതെന്ത് കാരണം എന്ന് അറിയില്ല. അതിനെപ്പറ്റി നമ്മൾ ചകയാനൊന്നും നിൽക്കണ്ട. കാരണം മോശം ടൈമും നല്ല ടൈമും ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ ചങ്ങായിക്ക് ഇപ്പോൾ മോശം ടൈമായിരിക്കും. എന്തായാലും തങ്കമണി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു റിയൽ സ്റ്റോറി ബേസ്ഡാണ്. അപ്പോൾ ഇപ്പോൾ ഇറങ്ങുന്ന പടങ്ങളിലെ ആ ഒരു റേഞ്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം മോശമില്ലാത്തൊരു പടം തന്നെയാണ് തങ്കമണി. പക്ഷേ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടതാണ്, സവിതയിൽ നിന്ന് കണ്ടതാണ്. എനിക്ക് മോശമില്ല എന്ന് തോന്നിയൊരു പടമാണ്. അതും ഏകദേശം ഡിസംബർ 3rd വീക്ക് എന്ന് പറഞ്ഞാൽ അടുത്ത ആഴ്ച അത് ആമസോൺ പ്രൈമിനാണ് കിട്ടിയിട്ടുള്ളത്. ആമസോൺ പ്രൈമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് തിയേറ്ററിൽ ഫ്ലോപ്പാണ്, എല്ലാ കാര്യം പറയണമല്ലോ. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. അത് നിങ്ങൾക്ക് എങ്ങനെ വേണ്ടെങ്കിലും വിലയിരുത്താം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതൊരു ആവറേജ് പടമാണ്. റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അതിനകത്ത് അത്യാവശ്യം മാസ് ഉണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് നമുക്ക് ഒരു സെൻറ്റിമെൻറ്റ്സ് ഉണ്ടെങ്കിൽ സെൻറ്റിമെൻറ്റ്സും ഉണ്ട്. അതായത് ഒരു നാട്ടിൽ നടക്കുന്ന ഒരു കഥയാണ്. എന്തായാലും നിങ്ങൾക്ക് ഫോണെന്നെല്ലാം കാണുന്നതിന് ഒരിക്കലും ഒരു ബോറായിട്ടൊന്നും തോന്നൂല. കാരണം വെച്ചാൽ നിങ്ങൾക്ക് അഥവാ ബോറാകുന്നുണ്ടെങ്കിൽ ചെറുങ്ങനെ ഒന്ന് അടിച്ച് കളഞ്ഞേക്കേ, കുഴപ്പമില്ല. ചെറുങ്ങനെ ജസ്റ്റ് ഒന്ന് ഫോർവേഡ് അടിച്ചിട്ട് നോക്ക്. അല്ല, അങ്ങനെയും ഞാൻ പറയുന്നത്. അങ്ങനെ നമ്മൾ ഒരാളെ അങ്ങനെ ജസ്റ്റ് എല്ലാം കൊണ്ടും താത്തിക്കിട്ടത്തില്ല. ഇപ്പോൾ ആ ചങ്ങായിൻ്റെ ദിലീപ് ഏട്ടൻ എന്ന് പറയുന്ന ചങ്ങായി ഒരു കാലത്ത് നമുക്ക് മലയാളികൾക്ക് ജനപ്രിയ നായകനാണ്. അപ്പോൾ ആ ചങ്ങായിൻ്റെ പടം ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട്, കുറച്ച് കൊല്ലങ്ങളായിട്ട് പടം വല്ലാണ്ട് ഡൗൺ ആയിട്ട് നിൽക്കുക. അതായത് പടമൊന്നും ഹിറ്റില്ലാണ്ടോ ഒരു ആവറേജ് ലെവലിൽ, ആ ലെവലിൽ പോലും വരുന്നില്ല. അതെന്തുകൊണ്ടാണ് കാരണം എന്താ അറിയില്ല. എന്തായാലും നോക്കാം. ഞാനിപ്പോൾ അതിനെപ്പറ്റി അധികം ഒന്നും പറയുന്നില്ല. അപ്പോൾ ഇത് ഈ ചില ദിവസങ്ങളിൽ ട്രെൻഡിങ് ആയി ഇറങ്ങാൻ പോകുന്ന പടങ്ങളാണ്. ഞാനത് ഒന്നും കൂടി പറയുന്നത്. ഐ ആം കാതലൻ, നെസ്ലിൻ്റെ. അതൊരു ഹാക്കർ ബേസ്, ഇപ്പോഴത്തെ ന്യൂ ജെന്നെല്ലാം പറ്റിയ ഒരു പടമാണ്. ഹാക്കർ അങ്ങനെ. പക്ഷേ അതൊരു ആവറേജ് പടമാണ്. പിന്നെ അടുത്ത ഇറങ്ങാൻ പോകുന്ന DNA. തിയേറ്ററിൽ വലിയ ലെവലിൽ ഓളൊന്നും സൃഷ്ടിക്കാത്ത ഒരു പടമാണ്. മമ്മൂട്ടീൻ്റെ ഒരു പെങ്ങളെ മോൻ അതിൻ്റെ അകത്തിൻ്റെ അസ്കർ, പിന്നെ നമിത പ്രമോദ്, പിന്നെ നമ്മളെ റിയാസ് ഖാൻ അവരുമുണ്ട്. പിന്നെ ഇറങ്ങാൻ പോകുന്നത് പുഷ്പ 2. അത് ജാനുവരിയിലാണ് ഇറങ്ങാൻ പോകുന്നത്. ജനുവരി 1st വീക്കിനോട് കൂടിയിട്ട് ഇറങ്ങും. എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന പടം ആയിരിക്കില്ല. ജസ്റ്റ് കുറേ ആൾക്കാർ വരുന്നുണ്ടോ, കുറേ മറ്റേ നെഗറ്റീവ് കമൻസും നെഗറ്റീവ് റിവ്യൂ എല്ലാം പുഷ്പനെ പറ്റി കണ്ടതിന് ശേഷം ആൾക്കാർ വരുന്നുണ്ടോ ഫോണിൽ OTT ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യണം. അങ്ങനെയുള്ള കൂട്ടർക്ക് ഒരു ഉപകാരമാണ്. ജനുവരി 1st വീക്ക് OTT റിലീസ് നെറ്റ്ഫ്ലിക്സ് വഴി ജനുവരി 1st വീക്ക് ഉണ്ടാവുമെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് പുഷ്പ 2. അപ്പോൾ ജസ്റ്റ് തിയേറ്ററിൽ പോയി വേണ്ടാന്ന് വിചാരിച്ച ടീമുകളാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നോക്കും നെറ്റ്ഫ്ലിക്സിൽ ജനുവരി 1st. ഓക്കെ. പിന്നെ ഹലോ മമ്മി, അത് കോമഡിയാണ്. കുറേ ഒരു അത്യാവശ്യം നല്ലൊരു ജോണറിലുള്ള ഒരു കോമഡിയും ഇടയ്ക്കൊരു ഹൊററും ആയിട്ടുള്ള നമ്മളെ ഷർഫുദ്ദീൻ്റെ പടമാണ്. എന്തായാലും ചങ്ങായി ഇപ്പോൾ മോശമില്ല, നല്ല ലെവലിൽ അഭിനയിക്കുന്നുണ്ട്. പണ്ട് ഒലക്കെട്ട് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അത്യാവശ്യം നല്ലൊരു റേഞ്ചിൽ പോകുന്നുണ്ട്. കാരണം ഇപ്പം മലയാള സിനിമയിൽ കുറേ നടന്മാർ കുറഞ്ഞു വന്നു. പണ്ടത്തെ ലെവലിലുള്ള നടന്മാരുണ്ടായി. ഇപ്പം നിങ്ങളൊന്നൊന്ന് ആലോചിക്കട്ടെ, ആരുമില്ല പറയത്തേക്ക കോമഡി ചെയ്യാനോ ഒരു ക്യാരക്ടർ റോളിൽ ചെയ്യാനോ ഒന്നുമില്ല. എല്ലാം മലയാള സിനിമ ഇങ്ങനെ ഇനി പുതിയ ആൾക്കാർ വരണം. എൻ്റെ ഒരു അഭിപ്രായമാണ്. പുതിയ ആൾക്കാർ. ഞാനൊരു സിനിമാ പ്രേമിയാണ്. ചെറുപ്പം തൊട്ടേ എനിക്കൊരു ക്രേസ് തന്നെയാണ്. ചെറുപ്പം മീൻസ് ഓർമ്മ വെച്ച കാലം തൊട്ടേ സിനിമ ഒരു ക്രേസ് ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ ചെറുപ്പം മുതലുള്ള ഒരു നടൻ, എനിക്കിഷ്ടപ്പെട്ട ഒരു നടൻ മമ്മൂട്ടി. എല്ലാ നടന്മാരെയും ഇഷ്ടമൊക്കെ തന്നെ. പക്ഷെ നമുക്കൊരു ഫസ്റ്റ് ഒരു ഇതുണ്ടാവില്ലേ, ആ ഒരു ഇമ്പ്രഷൻ മമ്മൂക്കനോടാണ്. പിന്നെ എല്ലാവരും മോഹൻലാൽ സാറിന് ഇഷ്ടമാണ്, എല്ലാവരും ഇഷ്ടമാണ്. ഇപ്പോൾ ജയറാമേട്ടൻ, ദിലീപ് ഏട്ടൻ, സുരേഷ് ഗോപി സാർ, അങ്ങനെയല്ല ഇപ്പോൾ ഇറങ്ങുന്ന ദുൽഖർ സൽമാൻ, നിവിൻ പോളി, എല്ലാവരെയും നല്ല പടങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇപ്പം ഞാൻ പറയുന്നത് ക്യാരക്ടർ റോളോ അല്ലെങ്കിൽ ഇപ്പം നല്ലൊരു കോമഡി ചെയ്യാനോ
പറ്റിയ നടന്മാർ നമ്മളെ മലയാളത്തിലില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കും പറയാം. ജസ്റ്റ് എൻ്റെ കമൻസിൽ രേഖപ്പെടുത്താം. ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നല്ല കോമഡി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ ഇപ്പോൾ? അപ്പോൾ ആ ഒരു കൂട്ടത്തിൽപ്പെട്ടാണ് ഈ ഷറഫുദ്ദീൻ. ക്യാരക്ടർ റോളും ചെയ്യും, അത്യാവശ്യം കോമഡിയും ചെയ്യും, വില്ലൻ വേഷവും ചെയ്യലുണ്ട്. അപ്പോൾ ഒരു ഫസലിൻ്റെ സിനിമയിലുള്ള ഈ ചങ്ങായി വില്ലനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരുത്തം എന്ന് പറഞ്ഞ സിനിമയിൽ അത്യാവശ്യം അതും നല്ല നീറ്റായിട്ട് ചെയ്യുന്നു. പിന്നെ പോകൻ വലിയയിലും അത്യാവശ്യം ഒരു ക്യാരക്ടർ റോൾ ചെയ്തിട്ടുണ്ട് ഈ ഷറഫുദ്ദീൻ എന്ന് പറഞ്ഞ ചങ്ങായി. അതുകൊണ്ട് പറയാം, ഇപ്പോൾ പണ്ടത്തെ നമ്മളെ കൊച്ചിൻ ഹനീഫ സാർ ചങ്ങായി ഇനമായിട്ടുള്ള ഒരാളാ ഇല്ലല്ലോ അല്ലേ? ഇനി ഉണ്ടാകുമ്പോൾ നോക്കാം. നമ്മൾ മലയാള സിനിമയിൽ പുതിയ ആൾക്കാർ വരട്ടെ, ഇതേമാതിരി ക്യാരക്ടർ റോളും കോമഡിയും എല്ലാം ചെയ്യാമെന്ന്. കാരണം മലയാളം സിനിമയിൽ അങ്ങനെയാണല്ലോ, ഇപ്പോൾ ഒന്നായിട്ട് കൊടുക്കില്ല. ഇപ്പോൾ കോമഡി ചെയ്യുന്നാൽ കോമഡി അങ്ങനെയില്ല, എല്ലാം ചെയ്യും. അതാണ് നമ്മളെ ഒരു മലയാളം സിനിമ ഇൻഡസ്ട്രീൻ്റെ വിഷയം. അപ്പോൾ അങ്ങനെയുള്ള പുതുമുഖ ആൾക്കാർ വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. പിന്നെയുള്ളത് തങ്കമണി, ദിലീപേട്ടൻ്റെ തങ്കമണിയും ഇറങ്ങാൻ പോകുന്നുണ്ട്. റിലീസ് ഡേറ്റ് ഞാൻ പറഞ്ഞ് December 3rd വീക്കിന് OTT റിലീസുണ്ട്. അത് ദിലീപേട്ടൻ്റെ സിനിമ കിട്ടിയിരിക്കുന്നത് ആമസോണിൽ. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കൂട്ടത്തിൽ അത്യാവശ്യം 90% ആൾക്കാരും കട്ട വെയിറ്റിംഗ് ഉള്ളത് പുഷ്പ 2 ആയിരിക്കും, 100% ഗ്യാരണ്ടി. കാരണം ബിക്കോസ് ഓഫ് നെഗറ്റീവ് റിവ്യൂ, പോസിറ്റീവ് റിവ്യൂ, ഇത് രണ്ടും കൂടിയും മിങ്കിളായിട്ടുള്ള ഒരു സിനിമയായിരുന്നു അത്. അപ്പോൾ ആൾക്കാരിങ്ങനെ കട്ട വെയിറ്റിംഗ് തന്നെ ആയിരിക്കും. എന്താ സംഭവം ഫോണൊന്ന് നോക്കാം. പിന്നെ മെയിനായിട്ടുള്ളത് ആ തിരക്ക് കാരണം മതിയപ്പാ ഇനി ഫോണിൽ ഇറങ്ങിയിട്ടല്ലേ, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ്, മലയാളീസ് അല്ലേ, അങ്ങനെ വിചാരിച്ച ടീമുകളും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ടീമുകൾക്ക് വേണ്ടി